സാധാരണക്കാരുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഒട്ടനവധി മാറ്റങ്ങളാണ് രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. 2026 ജൂലൈ 1 തീയതി മുതൽ സാമ്പത്തിക കാര്യങ്ങളിലും യാത്രാ നിയമങ്ങളിലും വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരും. ആധാർ കാർഡ് അപ്ഡേഷൻ, LPG ഗ്യാസ് സിലിണ്ടർ വില, ട്രെയിൻ യാത്രയിലെ കടുത്ത പിഴകൾ, പ്രമുഖ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് നിബന്ധനകൾ എന്നിവയിലെല്ലാം മാറ്റങ്ങളുണ്ട്. ജൂലൈ മാസം മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്കായി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡിൽ ഇമെയിൽ വിലാസം ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജൂലൈ 1 മുതൽ ഡിസംബർ വരെ അത് പൂർണ്ണമായും സൗജന്യമായി ചെയ്യാം. പേര്, വിലാസം, ജനനതീയതി, ലിംഗഭേദം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ ജനസംഖ്യാപരമായ വിവരങ്ങൾ യാതൊരുവിധ ഫീസും നൽകാതെ ഈ കാലയളവിൽ പുതുക്കാവുന്നതാണ്. മുൻപ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതിന് 75 രൂപ ഫീസ് ഈടാക്കിയിരുന്നു. ടിക്കറ്റില്ലാതെ ട്രെയിൻ യാത്ര ചെയ്യുന്നവരെ പിടികൂടാൻ ഇന്ത്യൻ റെയിൽവേ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ജൻവിശ്വാസ് ആക്ട് ഭേദഗതിയുടെ ഭാഗമായി ടിക്കറ്റില്ലാത്ത യാത്രയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ പിഴ 250 രൂപയിൽ നിന്നും 500 രൂപയായി ഉയർത്തി. വനിതാ കോച്ചുകളിൽ കയറുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ പിഴ ഈടാക്കും. മറ്റൊരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്താൽ കർശനമായ നിയമ നടപടികളും ഉയർന്ന പിഴയും നേരിടേണ്ടി വരും. ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ കോച്ചിൽ കയറിയാൽ പിഴ ഈടാക്കും. ട്രെയിനിലും റെയിൽവേ പരിസരത്തും അനുമതിയില്ലാതെ കച്ചവടം നടത്തുക, ഭിക്ഷാടനം, ശല്യമുണ്ടാക്കുക, മോശം പെരുമാറ്റം, മദ്യപിച്ചുള്ള യാത്ര, റെയിൽവേ ട്രാക്കിൽ അതിക്രമിച്ചു കയറൽ എന്നിവയ്ക്കും വലിയ പിഴ ചുമത്തേണ്ടി വരും. എല്ലാ മാസത്തെയും 1 തീയതിയിലേതുപോലെ ജൂലൈ 1 പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കും. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയും നയപരമായ തീരുമാനങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും ഇത്. ഇതോടൊപ്പം CNG, PNG വിമാന ഇന്ധനമായ ATF എന്നിവയുടെ വിലയും പുതുക്കാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണക്കാരുടെ യാത്രാ ഭക്ഷണ ചെലവുകളെ ബാധിച്ചേക്കാം. ശമ്പളക്കാരായ ജീവനക്കാർക്കും ഓഡിറ്റിംഗ് ആവശ്യമില്ലാത്തതുമായ വ്യക്തികൾക്കും 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 ആദായനികുതി നിയമപ്രകാരം അസസിംഗ് ഓഫീസറുടെ പ്രത്യേക അനുമതിയുള്ളവർ ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ TDS തുക ബാങ്കിൽ നിക്ഷേപിക്കേണ്ട അവസാന തീയതി ജൂലൈ 7. നിരവധി പ്രമുഖ ബാങ്കുകൾ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിബന്ധനകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റെഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് സൗജന്യ ആഭ്യന്തര എയർപോർട്ട് ലോഞ്ച് ആക്സസ് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 60,000 രൂപയെങ്കിലും ചിലവഴിച്ചിരിക്കണം. കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ലഭിക്കാനുള്ള പരിധി 10,000 രൂപയിൽ നിന്നും 35,000 രൂപയായി ഉയർത്തി. ഇത് യെസ് മാർക്കി, സെലക്ട്, റിസർവ് തുടങ്ങിയ പ്രധാന കാർഡുകൾക്കെല്ലാം ബാധകമാണ്. സിറ്റി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ജൂലൈ 15 പൂർണ്ണമായും ആക്സിസ് ബാങ്കിലേക്ക് മാറും. നിലവിലുള്ള കാർഡ് നമ്പർ, പിൻ, CVV എന്നിവയിൽ മാറ്റമുണ്ടാകില്ലെങ്കിലും പലിശ നിരക്കുകൾ ആക്സിസ് ബാങ്കിന്റേതായി മാറും. ഗവൺമെന്റ് പേയ്മെന്റുകൾ, ഇൻഷുറൻസ് പ്രീമിയം, വാലറ്റ് ലോഡുകൾ, ഇന്ധനം, നികുതി, യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവയ്ക്ക് ഇനി മുതൽ റിവാർഡ് പോയിന്റുകൾ നൽകില്ല. കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC യോഗത്തിന് ശേഷം ചില ബാങ്കുകൾ അവരുടെ പലിശ നിരക്കുകൾ പരിഷ്കരിച്ചു. ജൂലൈ മുതൽ സ്ഥിര നിക്ഷേപ നിയമങ്ങളും പലിശ നിരക്കുകളും മാറിയേക്കാം. ജൂലൈ മുതൽ ബാങ്കുകൾ അവരുടെ സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകൾ അവലോകനം ചെയ്തേക്കാം. 2026 ജൂലൈയിൽ 6 ആഴ്ച അവധി ദിവസങ്ങൾ ഉൾപ്പെടെ 12 ദിവസത്തേക്ക് ബാങ്കുകൾ അടച്ചിരിക്കും. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാരണങ്ങളാൽ 6 അവധി ദിനങ്ങൾ ആചരിക്കും. മിസോറാം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിൽ ഈ അവധി ദിനങ്ങൾ ആചരിക്കും. പൊതുജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ പരമാവധി കുറ്റമറ്റതാക്കുന്നതാണ് പുതിയ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി നീണ്ട കോടതി നടപടികൾക്ക് പകരം അപ്പോൾ തന്നെ പിഴ ചുമത്താനും റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.